മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കും മെട്രോ റെയിൽ നീട്ടുമെന്ന് സുരേഷ് ഗോപി. പൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു പടക്ക നിർമ്മാണം. മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതെ വലഞ്ഞ് കർഷകർ. നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് വിലപേശൽ നടത്തുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് സപ്ലൈകോ അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്ന് കർഷകർ. പടിയൂർ വൈക്കം ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. ആക്രി പെറുക്കാനെന്ന വ്യാജേനയെത്തുന്ന ബംഗാൾ സ്വദേശികളാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായ തുക എത്രയും വേഗം നൽകണമെന്ന ആവശ്യം. പഴഞ്ഞി ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കത്തിന് കാരണം. വാർത്തകൾ വിശദമായി. മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്കും തുടർന്ന് പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും നീട്ടാൻ ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. TN പ്രതാപൻ MP-ആയിരിക്കെ അനുവദിച്ച തുക കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആലുവയിൽ നിന്ന് ആദ്യം ചാലക്കുടി വരെ നെടുമ്പാശ്ശേരി വഴി, അത് കഴിഞ്ഞ് പാലിയേക്കര വഴി, അത് പിന്നീട് 1-2 പ്രോജക്റ്റായിട്ട് പാലക്കാടും കോയമ്പത്തൂരും വരെ എത്തിയാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എതിർ രാഷ്ട്രീയക്കാരൊക്കെ പുച്ഛിച്ച് തള്ളിയെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് മെട്രോ എന്നാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ദൂരം. ഇതാണ് കൊടുക്കുന്നത്. അങ്ങനൊരു ഐഡിയ വരുമ്പോൾ അത് എതിർ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെങ്കിലും അന്ന് മുതൽ പിന്തുണച്ചു തുടങ്ങണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് എന്റെ നേതാവിന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിപടയുടെയും പിന്തുണ മാത്രം മതി. അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. MP ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് തുടങ്ങിവെച്ചവർ തന്നെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരാൻ BJP MP-മാരുടെ സഹായത്തോടെ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒട്ടേറെ അങ്കണവാടികൾ ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവയെല്ലാം നവീകരിക്കേണ്ടത് കുരുന്നുകളുടെ അവകാശമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ പിന്നിൽ രാവിലെയായിരുന്നു അപകടം. കൈക്കും നെറ്റിയിലും ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനൂപ് ദാസ് മാളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവസ്ഥലത്ത് കൂടുതൽ പടക്കശേഖരം ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് 50 മീറ്റർ അടുത്ത് വൻതോതിൽ പടക്കശേഖരം കണ്ടെത്തി. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വഴിയോട് ചേർന്ന് മൂടിയിട്ട നിലയിലായിരുന്നു പടക്കശേഖരം. ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്നവയിൽ സ്ഫോടകശേഷി കൂടിയ ഇനങ്ങളും ഉണ്ട്. മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് വാങ്ങാനാളില്ലാതെ വലഞ്ഞ് കർഷകർ. നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് വിലപേശൽ നടത്തുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് സപ്ലൈകോ അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്ന് കർഷകർ. വെളുത്തൂർ ഉൾപ്പാടത്തും സമീപ പടവുകളിലും ആഴ്ചകളായി നെല്ല് കെട്ടിക്കിടക്കുകയാണ്. 110 ഏക്കറുള്ള മനക്കൊടി വെളുത്തൂർ കോൾപ്പടവിൽ ആകെയുള്ള 265 ഏക്കറിൽ പാതി ഭാഗത്താണ് കൊയ്ത്ത് ആദ്യം ആരംഭിക്കേണ്ടത്. ഇതിനായി സപ്ലൈകോ അധികൃതർ കർഷകർക്ക് നിർദ്ദേശവും നൽകി. തുടർന്ന് 10 ഏക്കറിൽ ആദ്യം കൊയ്ത്തു നടത്തി. നെല്ലെടുക്കാനായി സപ്ലൈകോ ചുമതലപ്പെടുത്തിയ സ്വകാര്യ മില്ലുകാർ നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് കൊയ്ത്ത് നിർത്തിവെപ്പിച്ചതായി കർഷകർ പറഞ്ഞു. ഇതോടെ കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതെ ചാക്കുകളിലാക്കി പാടശേഖരങ്ങളിൽ അട്ടിയിട്ടിരിക്കുകയാണ്. ഈ നെല്ല് വിലപേശൽ നടത്തി 100 കിലോയ്ക്ക് 7 കിലോ കുറവ് എന്ന രീതിയിൽ ഇതേ മില്ലുകാർ എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ ഇത് സപ്ലൈകോ അധികൃതരും സ്വകാര്യ മില്ലുകാരും തമ്മിൽ ഒത്തുകളിച്ച് കർഷകരെ കൊള്ളയടിക്കാനുള്ള തന്ത്രമാണെന്ന് കർഷകർ പറയുന്നു. സപ്ലൈകോ ഏജന്റ് വന്ന് കൊയ്ത്ത് തുടങ്ങാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 കിലോ കിഴിവ് വേണമെന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
7 കിലോ കിഴിവ് കൊടുത്തിട്ട് കർഷകർക്ക് കൊണ്ടുപോയ ഭയങ്കര സാമ്പത്തിക നഷ്ടം വരും. നല്ല രീതിയിലുള്ള ലോസ് സപ്ലൈകോ ഓഫീസർമാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ വന്നു. സപ്ലൈകോയും മില്ല് ഏജന്റും മില്ല് കമ്പനിക്കാരും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കർഷകരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഈ പടവിലെ ബാക്കിയുള്ള നെല്ലിന്റെ കൊയ്ത്ത് 29-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മില്ലുകാർ വീണ്ടും ചൂഷണത്തിന് മുതിർന്നാൽ കൃഷിയിടം തരിശിട്ട് പ്രതിഷേധിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. 1 ഏക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളമാണ് കർഷകന് ചിലവ്. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ പാട്ടത്തിനെടുത്തതും കടം വാങ്ങി കൃഷി ചെയ്തതുമായ നെല്ലിന് അർഹമായ വില ലഭിക്കാതെ ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പടിയൂർ വൈക്കം ക്ഷേത്രത്തിൽ വിലപിടിപ്പുള്ള ഉരുളികൾ കളവ് നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. ആക്രിയെടുക്കാൻ വരുന്ന ബംഗാൾ സ്വദേശികളായ സാഗർ ഖാൻ, മുഹമ്മദ് സഹദ്, റോണി ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രവാതിൽ പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ ഇവരെ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പിന്തുണ നൽകി കളവ് മുതലുകൾ വിൽക്കാൻ സഹായിക്കുന്ന 2 പേരെ കൂടി പിടികൂടി. ഇവർ വിറ്റ തൊണ്ടിമുതലുകൾ പോലീസ് കണ്ടെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC രംഗത്ത്. അംഗനവാടിയിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും കറന്റ് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല് തുടങ്ങിയവ അടച്ച വകയിലും മാസങ്ങളായി പണം കിട്ടാതെ ജീവനക്കാർ വലയുകയാണ്. ഇതിനു പുറമെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിലേക്ക് പഞ്ചായത്ത് നൽകേണ്ട അധിക വാടകയും നൽകുന്നില്ല. ഈ തുകയും അംഗനവാടി ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. അംഗൻവാടി ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ അതുപോലെ സൂപ്പർവൈസർമാരുടെ അന്യായമായ രീതികൾ നിർത്തണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. തുച്ഛമായ വേതനം വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറി, പാല്, മുട്ട, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, വാടക കെട്ടിടങ്ങളുടെ അധിക പൈസയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത് നിർത്തലാക്കണമെന്നുള്ള ആവശ്യമാണ് മുഖ്യമായും പറയാനുള്ളത്. തുച്ഛമായ ഓണറേറിയമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 ദിവസങ്ങളിലായി നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷനിൽ വളണ്ടിയേഴ്സായി പങ്കെടുത്തവർക്ക് ലഭിക്കേണ്ട തുകയും ഇതുവരെയും നൽകിയിട്ടില്ല. അംഗനവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. അംഗനവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അംഗനവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഒരുപാട് പേര് ഈ ഓണറേറിയം കൊണ്ട് ജീവിക്കുന്നവരാണ്. വിഷമം ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായ ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് എത്രയും വേഗം ഒരു മോചനം കിട്ടണം. നമ്മുടെ പരിധിയിൽ വരാത്ത ഒരുപാട് ജോലികൾ അംഗൻവാടി ജീവനക്കാരോട് ചെയ്യിക്കുന്നുണ്ട്. അതിന് നമുക്ക് അധിക വേതനമൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അംഗനവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബിന്ദു കൃഷ്ണകുമാർ അറിയിച്ചു. TCV എരുമപ്പെട്ടി. കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി. പൊന്നാനി കോൾപ്പടവിൽപ്പെട്ട കൃഷിക്ക് വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പമ്പിംഗ് തുടങ്ങിയത്. ജലസേചന വകുപ്പിന്റെ കീഴിലാണ് പമ്പ് ഹൗസ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു പൈപ്പ് തുറന്ന് വെള്ളം നൽകാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കം ശക്തമാകാൻ കാരണം. 4 വർഷത്തോളമായി ഇതേ അവസ്ഥയാണ്. ജലസേചന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പലപ്പോഴും സമവായമുണ്ടാക്കിയിരുന്നത്. ഫെബ്രുവരിയിൽ ഇരുഭാഗത്തും വെള്ളത്തിന് ക്ഷാമം പതിവാണ്. ഞെള്ളൂർ ഭാഗത്തെ തോട്ടിൽ അപ്പോൾ ബാക്കിയാകുന്ന വെള്ളം തങ്ങളുടെ കൃഷിക്ക് പോലും തികയാറില്ലെന്ന് ആ പ്രദേശത്തെ കർഷകർ പറയുന്നു. കഴിഞ്ഞ തവണ വരൾച്ച മൂലം വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും അവർ പറഞ്ഞു. അടുത്തയാഴ്ചയോടെ കടവല്ലൂരിലെ തോടുകളിലെ വെള്ളം വറ്റും. പിന്നീട് ഈ ഭാഗത്തെ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇരുഭാഗത്തെ കൃഷിക്കും വരൾച്ച ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കടവല്ലൂരിലെ കൃഷി 1 മാസം മുമ്പ് തുടങ്ങുകയാണ് പരിഹാരമെന്ന് കർഷകർ പറയുന്നു. പാടം കൃഷിക്ക് നേരത്തെ ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കടവല്ലൂരിലെ കർഷകർ പറയുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. വില്ലടത്തെ ആയുർവേദ ആശുപത്രിയിൽ വൈദ്യുതി വിതരണത്തിനായി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചെന്നും പുതിയ ഡോക്ടറെ നിയമിച്ചതായും മേയർ MK വർഗീസ് അറിയിച്ചു.
പുതിയതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ തുറന്നു നൽകാത്തത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മേയറുടെ അടിയന്തര ഇടപെടലുണ്ടായത്. പുത്തൂരിൽ മധുര സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മധുര സ്വദേശി സെൽവകുമാറാണ് ബുധനാഴ്ച കൊല്ലപ്പെട്ടത്. സെൽവകുമാറിന്റെ സുഹൃത്തുക്കളായ 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ സ്വദേശി ലിംസൺ, വരടിയം സ്വദേശി ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പുത്തൂർ ഗാന്ധിനഗറിലെ വീട്ടിൽ മദ്യപിക്കുന്നതിനിടെയാണ് തർക്കവും തുടർന്ന് മർദ്ദനവും ഉണ്ടായത്. ക്രൂരമായ ആക്രമണത്തിൽ സെൽവകുമാറിന്റെ വാരിയെല്ലുകൾ തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു സെൽവകുമാർ. തലോരിൽ സ്വകാര്യ ബസ്സിൽ ഇടിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരൻ ടാങ്കർ ലോറി കയറി മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് സ്വദേശി താഴത്ത് വീട്ടിൽ അശോകന്റെ മകൻ 29 വയസ്സുള്ള ജഗനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടർ ടാങ്കർ ലോറിയെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസ്സിലിടിച്ച് റോഡിലേക്ക് വീണ ജഗന്റെ തലയിലൂടെ ടാങ്കർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വനപാലക സംഘം മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിച്ച കാട്ടാന കാടുകയറി. വെള്ളിയാഴ്ച മയക്കം വിട്ടുണർന്ന ആന വെള്ളിയാഴ്ച രാത്രി വെറ്റിലപ്പാറ പുഴയോരത്ത് എത്തിയെന്ന് വാച്ചർമാർ അറിയിച്ചു. പിന്നീട് ഇതിനെ കണ്ടിട്ടില്ല. ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിസരവാസികൾ തെരഞ്ഞെങ്കിലും ആനയെ കാണാനായില്ല. മയക്കുവെടിയേറ്റാൽ ആനയ്ക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുമെന്നും ഇത് തരണം ചെയ്യാൻ തണൽ കൂടുതലുള്ള ഭാഗത്ത് അഭയം തേടൽ സ്വാഭാവികമാണെന്ന് DFO പറഞ്ഞു. ഇതുകാരണമായിരിക്കും പകൽ സമയത്ത് പുറത്തു വരാത്തതെന്നും കരുതുന്നു. ആനയെ നിരീക്ഷിക്കുന്ന ദൌത്യം വനപാലകർ തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് ചാലക്കുടിയിൽ ഇന്ധനം നിറച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് സദേൺ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി ഇറങ്ങിയത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയായിരുന്നു. ഇന്ധനം നിറയ്ക്കുന്ന അരമണിക്കൂർ സമയം പിണറായി വിജയൻ കോളേജ് ഓഫീസിൽ ചിലവഴിച്ചു. സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് ചാലക്കുടിയിലെ സദേൺ കോളേജ് ഗ്രൌണ്ടിലാണ്. ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ദേശീയപാത മണ്ണുത്തി തിരുവാണിക്കാവിന് സമീപം നിയന്ത്രണ വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റു. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി എരനല്ലൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക്. പുലിയന്നൂർ സ്വദേശി ചിരിയംകണ്ടത്ത് ജിസ്മിക്കാണ് പരിക്കേറ്റത്. ജിസ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്രമ്പ് പുത്തൂർ ചീരോത്തുപടിക്ക് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ യുവതിക്ക് പരിക്കേറ്റു. പോന്നൂർ സ്വദേശി കണ്ണനായ്ക്കൽ വീട്ടിൽ ജോബി ഭാര്യ ഡയാനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലക്കപ്പാറ റോഡിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടു. ശനിയാഴ്ച വൈകിട്ട് 4:30ക്കാണ് ചൂണ്ടപ്പന കുത്തിമറിച്ചിട്ട് ആന റോഡിൽ നിലയുറപ്പിച്ചത്. പത്തടിപ്പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന പിൻവാങ്ങിയത്. വനപാലകർ ഏറെ ശ്രമിച്ചെങ്കിലും റോഡിൽ നിന്ന് മാറാൻ ആന തയ്യാറായില്ല. ചെറുതുരുത്തിയിൽ 2 പേർ പോക്സോ കേസിൽ അറസ്റ്റിൽ. പാഞ്ഞാൾ സ്വദേശികളായ വീരന്മാരിൽ കുമാരൻ, പുളക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിലെ എറിയാട് വൈദ്യർ ജംഗ്ഷനിൽ ആളുമാറി യുവാക്കളെ ആക്രമിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേർ പിടിയിൽ. മാടാവന കൊല്ലത്ത് വീട്ടിൽ ഫർസാൻ, കുന്നത്ത് വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 24-നായിരുന്നു സംഭവം. പറപ്പുള്ളി ബസാർ സ്വദേശികളായ സുമേഷ്, സുഹൃത്ത് വിനോദ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. തങ്ങളുമായി വഴക്കുണ്ടാക്കിയവരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി സുമേഷും വിനോദും ഓടിക്കയറിയ വിനോദ് എന്നയാളുടെ വീടും പ്രതികൾ തല്ലി തകർത്തിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ SI സാലിം, പ്രൊബേഷൻ SI വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, ഗോപേഷ്, വിഷ്ണു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ചക്കരപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മൃതദേഹം കണ്ടത്. രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ആഴ്ചകളോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലാണ്. നീല ജീൻസും ഷർട്ടുമാണ് വേഷം.
കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ഉണ്ടപ്പൻ എന്നറിയപ്പെടുന്ന കൊടകര പഴമ്പിള്ളി സ്വദേശി ഇരിങ്ങപ്പള്ളി വീട്ടിൽ രമേശ് അറസ്റ്റിലായി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച ഉത്തരവ് ലംഘിച്ചതിനാലാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ചേലക്കര വെങ്ങാനെല്ലൂർ വില്ലേജ് ഓഫീസറെ റിമാൻഡ് ചെയ്തു. സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. പിന്നീട് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. വില്ലേജ് ഓഫീസർ ശശിധരൻ പരാതിക്കാരനോട് 10000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ആദ്യ ഗഡു 5000 സ്ഥലപരിശോധനയ്ക്ക് വരുമ്പോൾ നൽകാനും ആവശ്യപ്പെടുകയുണ്ടായി. പരാതിക്കാരൻ വിജിലൻസിൽ പരാതിപ്പെടുകയായിരുന്നു. വൈദ്യുതി ജീവനക്കാർ ഫെബ്രുവരി 20-ന് പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് സൂചനാ പണിമുടക്ക്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ജീവനക്കാരുടെ യോഗം ചേർന്നു. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് AP ഡേവിസ് യോഗം ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി KS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NT ബേബി, TV ദേവദാസ്, K രമ്യ എന്നിവർ സംസാരിച്ചു. വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയവേ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത്. ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ബലമായാണ് മുടി മുറിച്ചതെന്ന് മണവാളൻ തങ്ങളോട് പറഞ്ഞതായി മാതാപിതാക്കൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മകനെ ഭ്രാന്തനാണെന്ന് ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മുടി മുറിച്ചതിനുശേഷം മകൻ മാനസിക വിഷമത്തിലാണെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ജയിലിനു മുൻപിൽ റീൽസ് ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജയിൽ ജീവനക്കാരനായ നിക്സനും കണ്ടാലറിയാവുന്ന 2 ജീവനക്കാരും മകനോട് വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്നതെന്നും മകൻ കിടക്കുന്ന സെല്ലിൽ മർദ്ദിക്കുന്നതിനായി മറ്റ് തടവുപുള്ളികളെ കൊണ്ടുവന്നതായും മണവാളന്റെ കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലും മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയതായി മണവാളന്റെ മാതാവ് പറഞ്ഞു. എറവ് 5-ാം കല്ലിൽ തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന നായയ്ക്ക് പോലീസ് ജീപ്പ് പിടിച്ച് ദാരുണാന്ത്യം. അന്തിക്കാട് പോലീസിന്റെ ജീപ്പ് പിടിച്ചാണ് അപകടം. വാഹനത്തിലേക്കേറിയ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ വെച്ച് ശനിയാഴ്ച രാവിലെ നായയെ ജീപ്പ് പിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ നായ രക്തം വാർന്ന് തൽക്ഷണം മരിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ജീപ്പിൽ SI അടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. നായയെ മറവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷമാണ് പോലീസ് മടങ്ങിയത്. ഏറെ നാളുകളായി 5-ാം കല്ല് സെന്ററിൽ തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം വഴിയാത്രക്കാർ അപകട ഭീഷണി നേരിടുകയാണ്. ഗുരുവായൂർ നഗരസഭ നവീകരിച്ച താമരയൂർ തച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും കോട്ടപ്പടി ഞാറം കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52 ലക്ഷം രൂപ ചെലവിട്ടാണ് തച്ചാറപ്പറമ്പിൽ കുളം നവീകരിച്ചത്. ഓപ്പൺ ജിം, വിശ്രമസ്ഥലം എന്നിവയുമുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിട്ടാണ് കോട്ടപ്പടി ഞാറക്കുളം നവീകരിക്കുന്നത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്തിനാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഒരു വീട് പണിയുമ്പോൾ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ 2025-ലെ പൂരം പത്രികയുടെ പ്രകാശനം ചേർപ്പിൽ നടന്നു. തിരുവുള്ളക്കാവ് ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസിന് നൽകി. കല്യാൺ സിൽക്സ് സാരഥി TS പട്ടാഭിരാമൻ പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ദേവൻ ഭട്ടതിരിപ്പാട്, PK ദാമോദരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏപ്രിൽ 6-ന് പെരുവനം പൂരം ആഘോഷിക്കും. ഏപ്രിൽ 9-നാണ് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം. ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിന് പ്രിയപ്പെട്ട ഗുരുനാഥയുടെ ഓർമ്മയ്ക്കായി 1 ലക്ഷം രൂപ സമ്മാനിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. കൊടുങ്ങല്ലൂർ ശ്രീകപുരം ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിലേക്കാണ് മന്ത്രി വ്യക്തിപരമായി 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത്.
സംസ്ഥാന സർക്കാർ 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത, വൈസ് ചെയർമാൻ വി.എസ്. ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, കെ.എസ്. കൈസാബ്, ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസ്നേഹം അറിയിക്കുകയാണ്. 135 വർഷങ്ങൾ പഴക്കമുള്ള ഈ വിദ്യാലയം വി.കെ.ന്റെ 21ാമത് അനുസ്മരണം തിരുവില്ലാമലയിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം എം.പി. കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ. പത്മജ അധ്യക്ഷയായിരുന്നു. ഇ.പി. രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ്. നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, പഞ്ചായത്ത് അംഗം കെ. ബാലകൃഷ്ണൻ, വി.കെ.എൻ. സ്മാരക സമിതി സെക്രട്ടറി കെ.ആർ. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തിയ കഥാരചനാ മത്സരത്തിൽ വിജയിച്ചവർക്ക് വി.കെ.എൻ. കുടുംബം ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം അത് വിലമതിക്കുകയും ചെയ്യും. മലയാളികളുടെ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരം സമാപനം തൃശൂർ മാർത്ത മറിയം വലിയ പള്ളിയിൽ CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്റർ ചർച്ച് കൌൺസിൽ സെക്രട്ടറി മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഇന്റർ ചർച്ച് കൌൺസിൽ ചെയർമാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ തലവൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, മോർ ക്ലീമിസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത എന്നിവർ അനുഗ്രഹ സന്ദേശം നൽകി. മാർത്താമറിയം വലിയ പള്ളി വികാരി ഫാദർ കെ.ആർ. ഈനാശു, പ്രകാശ് പി. തോമസ്, ഫാദർ സിറിൽ എന്നിവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രം. ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കര പട്ടിയക്കൽ, ഫാദർ റോയ് അക്കര എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അലക്സ് മരോട്ടിക്കൽ സന്ദേശം നൽകി. അഴീക്കോട് IUP സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ശലഭോദ്യാനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ PK ധർമ്മരാജൻ, PK അബ്ദുൾ ജബ്ബാർ, ഹൈദ്രോസ്, PM മനാഫ്, പ്രധാനാധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു. തൃശൂർ പാലയ്ക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 1 വൈകിട്ട് അമ്പെഴുന്നള്ളിപ്പുകളും തിരുനാൾ ദിനമായ ഫെബ്രുവരി 2 ആഘോഷമായ ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ജിൻസൺ മുക്കടയിൽ, ജനറൽ കൺവീനർ TP ജോസ്, കൈക്കാരന്മാരായ ലിജോ മരോട്ടിക്കൽ, ബിജോയ് ചക്കാലക്കൽ, മാർട്ടിൻ മുരിങ്ങാത്തുപറമ്പിൽ, ആൻജോ മരോട്ടിക്കൽ, പബ്ലിസിറ്റി കൺവീനർ സിജോ തറയിൽ എന്നിവർ നേതൃത്വം നൽകും. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ 2024 മികച്ച CDE കൺവീനറിനുള്ള ദേശീയ അവാർഡിന് ഒളരി സ്വദേശി ഡോക്ടർ ഇസ്മയിൽ ഇബ്രാഹിം അർഹനായി. ഫെബ്രുവരി 8 ചെന്നൈയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും. തൃശൂർ IDAയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ഇസ്മയിൽ പരേതനായ മുഹമ്മദ് ഇബ്രാഹിമിന്റെയും ഷർമിള ഇബ്രാഹിമിന്റെയും മകനാണ്. 2024 മികച്ച CDE കൺവീനറിനുള്ള സംസ്ഥാന അവാർഡും ഡോക്ടർ ഇസ്മയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയായി കണ്ടച്ചാങ്കടവിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന യുവാവിനെ ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. പൊതുപ്രവർത്തകൻ MV അരുണിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസും ചേർന്നാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾക്ക് ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കൊമ്പൻ, പോലീസുകാരായ ആഷിഖ്, ഷാജഹാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. രാജു P. നായർ, മോട്ടിവേറ്റർ എഡിസൺ ഫ്രാൻസ്, മുൻ MLA MP വിൻസൻ, MT ജയൻ, TM നാസർ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ഗുരുവായൂർ പോലീസ് SHO C. പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നടൻ ശിവജി ഗുരുവായൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. റിട്ടയേർഡ് SP RK ജയരാജ്, PP വർഗീസ്, അനിൽ കല്ലാറ്റ്, മണലൂർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. ശ്രീചിത്ര ആയുർഹോമിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, അബ്ദുൾ റഷീദ്, ബുഷ്ര ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ സദസ്സിൽ ഒത്തുചേർന്ന കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ MTയുടെയും ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. വിനോദ് കൊടകര, EK രാജലക്ഷ്മി, MK ജോർജ്, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ, സരസ്വതി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി എന്തു വേണം, ഇനി എന്തു വേണമീ മൗരമേഘമലിയ പ്രിയമ്പനെ ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചി തീരാദാഹം. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കർഷക സംഗമവും പഠന ക്ലാസും ഇഞ്ചക്കുണ്ടിൽ സംഘടിപ്പിച്ചു. സലിം ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രൻ എറക്കൽ അധ്യക്ഷത വഹിച്ചു. MC നിഷ, TD സഹജൻ, ഷീല രാജൻ, PM ശശിധരൻ, CS ഷാജി എന്നിവർ സംസാരിച്ചു. മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി. പഞ്ചാരി മേളത്തിന് ചൊവ്വല്ലൂർ മോഹനൻ പ്രമാണിത്വം വഹിച്ചു. കാഴ്ചശീവേലിക്ക് പഞ്ചവാദ്യത്തിന് ഒറ്റപ്പാലം ഹരി പ്രമാണികനായി. പള്ളിവേട്ടയ്ക്ക് ശേഷം നടന്ന എഴുന്നള്ളിപ്പിൽ പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണി പ്രമാണിത്വം വഹിച്ചു. കൊമ്പൻ ഗുരുതിയിൽ ശിവനാരായണൻ തിടമ്പേറ്റി. ക്ഷേത്രം പ്രസിഡന്റ് ശിവപ്രസാദ് പാറേക്കാട്ട്, സെക്രട്ടറി രവി കറുത്തേതിൽ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പാവർട്ടിയിൽ നിന്ന് കുടുംബനാഥനെ 2 ദിവസമായി കാണാനില്ലെന്ന് പരാതി. കാക്കശ്ശേരി സ്വദേശി കാങ്ക വീട്ടിൽ 52 വയസ്സുള്ള ജയനെയാണ് ബുധനാഴ്ച മുതൽ കാണാനില്ലെന്ന് വീട്ടുകാർ പാവർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 93 49 49 06 62 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. വാണിജ്യം. കുട്ടികളിലെ പഠന വൈകല്യവും സ്വഭാവ വൈകല്യവും നേരത്തെ കണ്ടെത്തി കൌൺസിലിംഗിലൂടെയും ചികിത്സകളിലൂടെയും മറികടക്കാൻ സഹായിക്കുന്ന ചൈൽഡ് ആൻഡ് അഡോൾസന്റ് ക്ലിനിക് ഫീനിക്സ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവർത്തനമാരംഭിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അശ്വിനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ അധ്യക്ഷത വഹിച്ചു. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദീപ ദീപക് സ്പെഷ്യൽ ക്ലിനിക് പ്രവർത്തനം വിശദീകരിച്ചു. ആശുപത്രി വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, ജനറൽ മാനേജർ PK രാജു, സൈക്കോളജിസ്റ്റ് മരിയ ബാബു, PRO സന്തോഷ് കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AC പ്രേമാനന്ദൻ, IN രാജേഷ്, ഡോക്ടർമാരായ ഉദയകുമാർ ഗോപിനാഥ്, MA ജോയ്, ഗിരിജ വേണുഗോപാൽ, ഓപ്പറേഷൻ മാനേജർ VP പ്രജേഷ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. കുട്ടികളിലെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, മറവി, പരീക്ഷാഭയം, സഭാകമ്പം, മൊബൈൽ ഫോണിനോടുള്ള ആസക്തി, അക്രമ സ്വഭാവം, ലഹരി ഉപയോഗം, തെറ്റായ ലൈംഗിക വിദ്യാഭ്യാസം തുടങ്ങിയ പ്രശ്നങ്ങളെ മുൻനിർത്തി അവർക്ക് സഹായമേകി പുതുതലമുറയെ സംരക്ഷിക്കുവാനാണ് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ക്ലിനിക് ലക്ഷ്യമിടുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്, IQ അസസ്മെന്റ്സ്, ഡെവലപ്മെന്റൽ സ്ക്രീനിംഗ്, ന്യൂറോളജിക്കൽ അസസ്മെന്റ്സ് തുടങ്ങിയവയ്ക്കും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ, വിവിധതരം അക്രമ സ്വഭാവങ്ങൾ, ആസക്തികൾ തുടങ്ങിയവ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ആധുനിക രീതിയിൽ ചികിത്സിക്കാനായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എല്ലാ ശനിയാഴ്ചയും പ്രവർത്തിക്കുന്ന ഈ ക്ലിനിക്കിൽ ലഭ്യമാണ്. ബുക്കിംഗിനായി 9895601234 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7530 രൂപ, പവന് 60240 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കും മെട്രോ റെയിൽ നീട്ടുമെന്ന് സുരേഷ് ഗോപി. കൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു പടക്ക നിർമ്മാണം. മനക്കുടി വെളുത്തൂർ ഉൾപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതെ വലഞ്ഞ് കർഷകർ. നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് വിലപേശൽ നടത്തുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് സപ്ലൈകോ അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്ന് കർഷകർ. പടിയൂർ വൈക്കം ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. ആക്രി പെറുക്കാൻ എന്ന വ്യാജേനയെത്തുന്ന ബംഗാൾ സ്വദേശികളാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായ തുക എത്രയും വേഗം നൽകണമെന്ന ആവശ്യം. പഴഞ്ഞി ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. കോൾപ്പാടങ്ങളിലും പുഞ്ചകൃഷിയിലും കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും ഒരേ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനായുള്ള തർക്കത്തിന് കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.